നമ്മളൊരു പുതിയ നമ്മൾ ഇന്നൊരു ഷാർജ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതായത് ഓറിയോ ഷാർജ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഷാർജ വാങ്ങിക്കാൻ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ നേരെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇത് അവിടെ വണ്ടി ഇരിക്കുന്ന അപ്പുറത്തൊരു കടയുണ്ട്. അവിടെ ചോദിച്ചു നോക്കണം കട്ടപ്പാലുണ്ടാണ്. അപ്പം നമ്മൾ കട്ടപ്പാലും 2 ഓറിയോ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ് അങ്ങനെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളെ വീടെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതൊക്കെ കയറി പോവുകയാണ് അവൻ ഷാർജ അടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, ഒരാളെ വിളിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഷാർജ അടിക്കാം. അപ്പോൾ ഗൈസ് അതാണ് അവൻ്റെ വീട്. അപ്പം നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് അവൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഷാർജ അടിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് മിക്സിയിലാണ് നമ്മൾ ഷാർജ അടിക്കാൻ പൊട്ടിച്ചിട്ട് കാണാൻ നമ്മൾ അടിച്ചൊന്ന് വെട്ടി നമ്മൾ അതിൽ ഇടാൻ പോവാണ്. ഇതാണ് ജാറ്. വെട്ടി നോക്കാം ഗൈസ്. അപ്പൊ ഇത് വെട്ടി ഈ കവർ മുറിച്ചിട്ട് കാണാം ഗൈസ്. കവറിൽ നിന്ന് കട്ടപ്പാൽ വെളിയിലാക്കി ഇരിക്കുകയാണ് ഗൈസ്. നമുക്കിത് മിക്സിയിലേക്ക് ഒരു കട്ട ഇടാം. ചുമ്മാ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഗൈസ് ഇതിൻ്റെ ഇടയിൽ ഒരു പണിയുണ്ട്. ഓറിയോനെ കഷ്ണങ്ങളാക്കി ആദ്യം പൊടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഓറിയോ പൊടിക്കുന്ന ചടങ്ങിലേക്ക് പോകാം. ഓറിയോ പൊടിക്കാൻ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഓറിയോ പൊട്ടിച്ച് ഒരു 2-3 കഷ്ണമാക്കി ഇടാം ഗൈസ്. അപ്പം നമുക്ക് ഞാൻ ഉദ്ദേശിക്കണത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു ഓറിയോ എടുക്കുക, 2-3 ഇടുക. അതാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് മിക്സിയിലേക്ക് ഇടാം. അപ്പം ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ അടിക്കാൻ പോവാണ്. പൊടിഞ്ഞു വന്ന് നോക്കാം ഗൈസ്. പൊടിഞ്ഞില്ല, വലിയ കട്ടയൊക്കെ അതേപോലെ ഉണ്ട്. അപ്പൊ ഗൈസ് ഒരു വിധം എല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി കട്ടപ്പാല് അടിച്ച് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത്രയും ബ്ലെൻഡ് ചെയ്യാം. ലാസ്റ്റ് പഞ്ചാര ഇടാന്ന് തോന്നുന്നു ഗൈസ്. ഒരിക്കൽ നോക്കി നോക്കാം. ഇല്ല ഗൈസ് ആയിട്ടില്ല ഗൈസ്. വെള്ളം വിധിക്കൂടാ, വെള്ളം വിറ്റ് പണിയാം. അപ്പൊ ഗൈസ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറ്റണ സംഭവം വെച്ച് നമ്മൾ ഇടിച്ചിടിച്ച് ഓറിയോയൊക്കെ സൈഡിൽ ഇരിക്കുന്നു ഗൈസ്. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തോ. ഇപ്പൊ ഇത്ര നോക്കാം ഗൈസ്. ഓറിയോ ഉണ്ടാ ഗൈസ്. ഇപ്പം കുറച്ചായിട്ടുണ്ട്. വീട് നമ്മൾ അതേപോലെ ചെയ്ത് എല്ലാം അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി കാണാം ഗൈസ്. അപ്പൊ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല വൃത്തി അടിച്ചെടുക്കാം. നല്ല കട്ടിയാണ്, നല്ല കഷ്ണമൊക്കെ കിടക്കാണ്. മൊത്തം അടിച്ചെടുത്തിട്ട് ഇനി കാണാം ഗൈസ്. അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം, കുറച്ച് മതി. അപ്പൊ ഗൈസ് അവസാനമായിട്ട് ഒരിക്കൽ കൂടി അടിച്ചെടുക്കുകയാണ് ഗൈസ്. നമ്മൾ തിക്ക് ഷാർജ എന്നൊക്കെ പറയാം, അതേപോലെ നല്ല തിക്കാണ് ഗൈസ്. അപ്പം ഷാർജ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് വീഴ്ത്താൻ വേണ്ടി എടുക്കുകയാണ് ഗൈസ്. തിക്കാണ്. എല്ലാ ഗ്ലാസ്സിൽ ഗൈസ് ഓറിയോ ഒരു മണമൊക്കെ വരുന്നു ഗൈസ്. നല്ല മണമാണ്. നേരെ നമ്മൾ ആദ്യം വിളിച്ചവര് കൊടുത്തു നോക്കാം ഷാർജ കുടിക്കാൻ. കുടിച്ചിട്ട് അഭിപ്രായം പറയും ഗൈസ്. അപ്പൊ അടുത്ത ഗ്ലാസ് വീത്തയാണ്. ഇത് എനിക്കാണ് ഗൈസ്. കൊള്ളാമോ? കൊള്ളാന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പൊ നമുക്ക് ഈ 2 ഗ്ലാസ്സിൽ വീത്തിട്ടിനി കാണാം ഗൈസ്. അപ്പൊ അതാ കഴിച്ച് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഉണ്ടാക്കിയ ആൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയുന്നതായിരിക്കും. കൊള്ളാമോ? എവിടെയും സീൻ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഒന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനും കുടിച്ച് നോക്കിയിട്ടുണ്ട്. സീന് സാധനമാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.